ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ താരമായിക്കൊണ്ടിരിക്കുന്ന രേണു കുറിച്ചുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ രണ്ട് മൂന്ന് എൻ്റെ ഞാനിട്ട വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ലിപ് മൂമെൻറ്റ്സ് റെഡിയല്ല എന്ന് കമൻറ്റ് കണ്ടു. പിന്നെ ചിലവരിങ്ങനെ ലൈവിൽ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ഞാൻ ഒരു നേരം വീഡിയോ എടുത്തിട്ട് മോൻ ഉറങ്ങിയതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ലിബ് കറക്റ്റ് ആകാത്തത്. നിങ്ങൾ ക്ഷമിക്കുക, എനിക്ക് ഓൺ വോയിസിൽ ചെയ്യാനാകാത്തതുകൊണ്ടാണേ. ഈ ചേട്ടൻ എന്താ രേണുസുധീനോടൊരു ദേഷ്യം പോലെ ദൂരെ നിന്നും ഇല്ലെങ്കിൽ എല്ലാവരും എടുത്തു പൊക്കി ആകാശത്ത് വെച്ച് ഡിസ്കോ കളിക്കലായതിനല്ലോ പതിവ്. ഈ ചേട്ടൻ ഒരു മര്യാദയ്ക്ക് ആണല്ലോ ദൂരേക്ക് തള്ളിവിട്ടാണല്ലോ എറിയുന്നത്. രേണുസുധി എന്താ റബ്ബർ പാലാണ് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കളിക്കുക? അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, പോസ്റ്റിലേക്കൊന്ന് എറിഞ്ഞ് കൊല്ലൂലായിരിക്കും. എന്നില്ലായിരുന്നു വേണ്ടിയില്ല. ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങൾ കണ്ട് മുപ്പത്തീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സുധിച്ചേട്ടനെ ഓർത്തിട്ടാണ് കേട്ടോ ഇവരുടെയൊക്കെ ഈ കോപ്രായങ്ങൾ കൂടി സഹിക്കുന്ന അവരുടെ രണ്ട് മക്കൾ. അത് ഓർത്തിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ സഹിക്കുന്നത്. സാരിയിൽ സുന്ദരി കുട്ടിയാണല്ലോ. സുന്ദരി കുട്ടിയായിട്ട് രേണുസുധി വന്നിട്ട് ഒരു ഉദ്ഘാടനത്തിനോ എന്തിനാണെന്ന് തോന്നുന്നു സ്റ്റേജിമേ കയറിയിട്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. മുഖത്തെ കോപ്രായങ്ങളൊക്കെ എക്സ്ട്രാ വേർട്ടായിട്ടുള്ള ഈ എന്തായാലും എന്തെന്നാ പറയുക എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. എന്താ എക്സ്ട്രാ വേർഡായിട്ടുണ്ട് മുഖത്ത് കാണിക്കുന്ന എക്സ്പ്രഷനൊക്കെ നിർത്തിയിട്ട് നേരെ നല്ല രീതിക്ക് നിൽക്കൻ്റെ രേണു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെപ്പോലുള്ള 100 കണക്കിന് സ്ത്രീകളുണ്ടാവും, ഞാൻ ഉൾപ്പെടെയായിട്ട് പറയുന്നത്. എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഓരോരോ കോപ്രായങ്ങൾ കാണുമ്പം ദേഷ്യം പിടിക്കുന്നുണ്ട്. വണ്ടർഫുൾ ഷോട്ട്സ്. നമ്മൾ അമ്പലക്കുളത്തിലൊക്കെ പോയി കാലും കൈയും കഴുകാനൊക്കെ പോലുണ്ട്. താങ്ങാൻ പുറകെ 100 പേരുള്ള ആളായതുകൊണ്ടല്ലേ രേണുസുധീനെ ഒരുത്തൻ താങ്ങി നിർത്തിയത്. രേണു ചേച്ചിനെ താങ്ങാനായിട്ട് 100 പേരുണ്ടാവും. എന്ന് വെച്ചാൽ അവർക്ക് ചേച്ചീനെ വെച്ചിട്ട് വീഡിയോയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കി വൈറലാവണം, എയറിലാവണം, അതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങൾ അതിനനുസരിച്ച് അവരുടെ തോളത്തും തലയിലും നിങ്ങൾക്ക് ഇതിന് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടാവും. എന്നിരുന്നാൽ കൂടി ഇതുവരെ കാണാത്തൊരു പുതിയൊരാളാണ്. അടിപൊളിയായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോട്ടെ. ഡാൻസ് അടിപൊളിയാണല്ലോ. ഇതെന്ന് ചാക്യാർ കൂത്താണോ അല്ലെങ്കിൽ തെയ്യോ? ഇതിലേത് ഡാൻസാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സോങ്ങും വേറെ, കളികളും വേറെ കേട്ടോ. ഇപ്പോൾ ജീൻസും ഷർട്ടിലും ഒക്കെ സുന്ദരിയായിട്ടുണ്ട്. ഏതോ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ട് രേണുചേട്ടൻ ഉള്ളപ്പോൾ തൊട്ടേ ഞാൻ മോഡേൺ ഡ്രസ്സിലാണ് നടക്കാറെന്ന്. ഞാനൊരു വീഡിയോയിലും പഴയ വീഡിയോയിലും എടുത്ത് നോക്കിയിട്ട് ഒരിക്കലും മോഡേൺ ഡ്രസ്സിന് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ചുരിദാർ ഉണ്ടാവും, അങ്ങനത്തെ വേഷമാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഇപ്പം പൈസയൊക്കെ ആയില്ലേ, ചുരിദാർ മാറ്റിയിട്ട് ജീൻസ് ആവാം, ഷോർട്സ് ആവാം, ചിലപ്പോൾ പിക്നി വരെ ആവാം. ഞാനിപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അടുത്ത മോഡേൺ വേഷത്തിലെ രേണുസുധി ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് തകർത്ത് അടിച്ചു പൊളിച്ച് ഓഡിയൻസ് കണ്ണു മുനയിൽ എടുക്കാനുള്ള കഴിവ് നമ്മുടെ രേണുസുധിക്കുണ്ട്. ഇത്രയും കഴിവുള്ള രേണുസുധീനെ നമ്മളെല്ലാവരും അംഗീകരിക്കുക. കഴിവ്, 2 മക്കളെ പോറ്റേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെയൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഓരോ കണ്ടൻറ് ഇട്ട് തന്നിട്ട് വൈറലാവുന്നതും. അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരുടെ കോപ്രായങ്ങൾക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നല്ല ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ.
പണ്ട് നമ്മുടെ രേണു ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ പണ്ടേ മോഡേൺ ഡ്രസ്സാണെന്ന്. ഇതാണോ മോഡേൺ ഡ്രസ്സ്? നൈറ്റി ഇട്ടിട്ടല്ലേ തേ ഡാൻസ് കളിക്കുന്ന? പഴയ ഏതോ ഒരു പാട്ടാണെന്ന് തോന്നുന്നു. പാട്ട് എന്നോട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അന്നും ഇതുപോലത്തെ ചെറിയ ചെറിയ കളികൾ ഡാൻസുകളും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ തന്നെ ഉള്ളൂ എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ചേച്ചിയുടെ നല്ല ഭാവിക്ക് ചേച്ചി കുറച്ച് കാലമെങ്കിലും ഈ കണ്ടന്റ് എടുത്തിട്ട് കൊടുത്തിട്ട് വൈറലാവുന്ന പണി അങ്ങ് നിർത്തിയിട്ട് ചേച്ചിയുടെ രീതിക്കായിട്ട് ജീവിക്കാൻ നോക്ക്. ബിഗ് ബോസ് പോലും വെറുത്തു പോയൊരു നിമിഷമുണ്ട്. അതേതാണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ തുടക്കം ഒന്നാമത്തെ ദിവസം തന്നെയാണ്. രേണുസുതി ആ കാലെടുത്ത് വെച്ച ഉടനെ പറയുന്നു, സുധിച്ചേട്ടൻ്റെ ഒന്നാമത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു എന്ന്. സുധിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളൊരു ബിഗ് ബോസിൽ പോയി വലിയ താരമാകണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സുധിച്ചേട്ടൻ്റെ ആഗ്രഹം ബിഗ് ബോസിൽ പോകണമെന്ന് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ബിഗ് ബോസ് പോലും നമ്മളോട് വെറുത്തു പോയി ഇങ്ങനത്തെ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുന്ന കണ്ടിട്ട്. സാരിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സുന്ദരി ആയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി എന്തൊക്കെയാണ് അതിൽ പോയി കാണിച്ചു കൂട്ടിയത്? ഹലോ, ഈ ഷോർട്സിൻ്റെ പ്രൊഡ്യൂസർ എവിടെ? രേണു സുധി ചേച്ചിക്ക് വന്നിട്ട് എപ്പോഴും മെൻഷൻ ചെയ്യുന്നതാണല്ലോ, എപ്പോഴും വായിൽ 100 തവണ പറയുന്നതാണ്, ഞാൻ രേണുസുധീൻ്റെ പെണ്ണാണ്, ഞാൻ രേണുസുധീൻ്റെ പെണ്ണാണ്, ഞാൻ രേണുസുധീൻ്റെ പെണ്ണാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, പ്രൊഡ്യൂസർ മാമ, ചേച്ചിക്ക് എന്തൊക്കെയോ മുഖത്ത് വൈക്ലഭ്യമുണ്ട്. ഒന്നെങ്കിൽ കക്കൂസ് കാണിച്ചു കൊടുക്കുക. ചേച്ചി ഒന്ന് പോയി കാര്യം സാധിച്ചിട്ട് വരട്ടെ, എന്നാലല്ലേ പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ പറ്റൂ. ഈ കോപ്രായങ്ങളും കാണിച്ച് ഇവിടെ കുത്തിയിരിക്കുന്നതിനെക്കാട്ടിലും ഭേദം പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ബാത്റൂം സെറ്റാക്കി കൊടുക്കുക. ചേച്ചി എല്ലാം കഴിഞ്ഞ് വരട്ടെ. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞു കയറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറിയേ. ആഹാ, ഇത് കൊള്ളാലോ. ഇതിനിടയ്ക്ക് നാഗച്ചേച്ചിയും വന്നോ? ഇല്ല, ഇതിനിടയ്ക്ക് രേണുവിൻ്റെ കല്യാണവും കഴിഞ്ഞു. ഏതൊരു ഷോർട്സ് ഫിലിമിൻ്റെ ഏതൊരു ഭാഗമാണെന്ന് തോന്നുന്നു. എന്നിരുന്നാലും അത് കൊള്ളായിരുന്നു കേട്ടോ. നാഗച്ചേച്ചി, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. നാഗച്ചേച്ചി കറക്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളും നാഗച്ചേച്ചി തന്നെയാണ്. നാഗച്ചേച്ചി പറഞ്ഞത് തുപ്പ് ഞാൻ തൂറും എന്ന് പറഞ്ഞാൽ തന്നെയുള്ളൂ എനിക്ക് രേണുവിനോട് പറയാനുള്ളൂ. രേണു നല്ല രീതിക്ക് വീഡിയോസൊക്കെ ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. മക്കളെ രണ്ടുപേരെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് 100 വട്ടം നീ പറയുന്നുണ്ടല്ലോ, വിളിച്ചു പോകുന്നുണ്ടല്ലോ. ഈ അടുത്ത് എപ്പോഴോ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. നിൻ്റെ മോൻ്റെ കണ്ണിൽ എന്താണ് ഒരു കുരുവോ എന്തോ കടിച്ചിട്ട് എന്തോ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. 100-150 വട്ടം പറയില്ല, ഞാൻ എൻ്റെ മക്കളെ പൊന്നു പോലെയാണ് നോക്കുന്നത്. എന്നിട്ടാണോ നിൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വരാൻ നീ വെച്ചത്? ഷൂട്ടിന് പോയപ്പോൾ വീട്ടിലാക്കിയപ്പോൾ വീട്ടുകാരോട് പറയണ്ടേ എൻ്റെ മക്കളെ പൊന്നു പോലെ നോക്കണമെന്ന്? നിനക്കറിഞ്ഞൂടെ? അതിൻ്റെ കോലം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ സങ്കടമാകുന്നുണ്ട്. പിന്നെ ഒരാളുടെ ദയയിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ സ്മരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാണ്ട് അവരുടെ കുറ്റവും പറഞ്ഞ് നുണയും പറഞ്ഞ് നമ്മൾ നടക്കുകയല്ല വേണ്ടത്. ഇത് നീ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് വീടിൻ്റെ കാര്യം. പാവം ഉണ്ടാവും. അത്ര അവരെ സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് തന്ന വീടല്ലേ, സമാധാനത്തിൽ അവിടെ നിൻ്റെ മക്കളെയും കൊണ്ട് നിനക്ക് ജീവിച്ചുകൂടെ?